വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര്? പീലാത്തോസ്. യേശുവിനെ വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു? 3 പ്രാവശ്യം. യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത്? ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു? ബറാബാസ്. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറാബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിൻ്റെ കാരണം? ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം. യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശ് ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തിയാര്? ശിമയോൻ. കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശ് ചുമന്ന് സഹായിച്ച ശിമ്യോൻ ഏതു നാട്ടുകാരനായിരുന്നു? കിറേനക്കാരൻ. യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളിക്കുകയും ചെയ്തുകൊണ്ട് അവന് പിന്നാലെ പോയിരുന്നവർ ആര്? സ്ത്രീകളുടെ സമൂഹം. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അത് എവിടെ വച്ചായിരുന്നു? എമ്മാവുസിലേക്കുള്ള വഴിയിൽ. എമ്മാവുസിലേക്ക് ഉത്ഥാന ദിവസം പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. അതാര്? ക്ലെയോപ്പാസ്. രക്ഷയുടെ സ്വദ്വാർത്തയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സത്യത്തിൻ്റെ വചനത്തെ. സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ്? വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിൻ്റെ അച്ചരന്മാരാണ്? പരിശുദ്ധാത്മാവ്. എഫേസസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത്. പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിന്. തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസസുകാരെ ആരെ നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ. പൂരിപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. മഹത്വത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും. നമ്മെ ഉയർപ്പിച്ചത് ആരോട് കൂടെയാണ്? യേശുക്രിസ്തുവിനോട് കൂടെ. യേശുക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ്? സ്വർഗത്തിൽ അവനോട് കൂടെ. ദൈവം യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ചത് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തിയത് എന്തിനാണ്? അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന് ദാനമാണ്. ഏത്? രക്ഷ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണെന്ന് എഫേസസ് 2:8 പൗലോസ് പറയുന്നത്? വിശ്വാസം വഴി, കൃപയാൽ. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? രക്ഷയെക്കുറിച്ച്. നാം ആരുടെ കരവേലയാണ്? ദൈവത്തിൻ്റെ. ദൈവത്തിന് കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ്? നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായിട്ടാണ്. ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ്? അപരിച്ഛേദിതർ എന്ന്.